അതുകൂടാതെ ഞാനും വലിയ കുഞ്ഞും കൂടി രജിസ്റ്റർ വിവാഹം നടത്തി. ഇത് കുറെ നേരമായല്ലോ. അടുത്ത് പോയി നിന്ന് കേൾക്കാം. എന്തോ കാര്യമായിട്ടൊരു സംഗതിയുണ്ട്. എടി മഹാഭാവി, നീ എന്തൊക്കെയായി കാട്ടിയെന്നറിയാവോ? ഈ വിവരം അഖിലാമാടോ എങ്ങാനും അറിഞ്ഞാ നിന്നെ അവര് വെച്ചേക്കുവോ? കൊന്നുകളയും. എന്താ കല്യാണി കരയുന്നേ? സുജാത ഇവളുടെ കർണത്തടിച്ചോ? എന്താ വിഷയം? ഞാൻ കുറെ നേരമായി നിങ്ങളെ ശ്രദ്ധിക്കുന്നു. എന്താ സുജാത പ്രശ്നം? ഒന്നുമില്ല മേഡം. എന്റെ അനുജത്തിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ടു. അത് കേട്ട് കല്യാണിക്കും കരച്ചിൽ വന്നു, അത്രേ ഉള്ളൂ. അതിന് കല്യാണി കരയുന്ന എന്തിനാ? കല്യാണിക്ക് ചെറിയ കാര്യം മതിയല്ലോ, കരച്ചിൽ വരും. കല്യാണി കിച്ചണിലേക്ക് ചെല്ല്. കല്യാണി, കരയുണ്ട് കേട്ടോ. സീമന്ത രേഖയിൽ കുങ്കുമിടുന്നത് കല്യാണം കഴിഞ്ഞവരല്ലേ? ശരിയാക്കി തരാം. ആഹാ, ആന്റി, ആന്റി, ആന്റി. ആന്റി വെന്റിലേറ്ററിലൊന്നും അല്ലടി, ഒച്ച കുറച്ച് വിളിച്ചാ മതി, അലറണ്ട. ഞാനൊരു സംഭവം കണ്ടു, പറയട്ടെ? എലിയെ കണ്ട കാട്ടുപോത്തിനെ കണ്ടു എന്ന് പറയുന്നവളാ നീ. എന്നാലും വന്നതല്ലേ, പറ. കഥയൊന്നും ഇല്ലെങ്കിലും വെറുതെ ചിരിക്കാലോ. എന്തോ കുഴപ്പമുണ്ട് ആന്റി. ആ, നിനക്കെന്തോ കുഴപ്പമുണ്ട്? നീ കാര്യം പറയടി, എന്നിട്ടല്ലേ കുഴപ്പമുണ്ടോ കുഴപ്പമില്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. കല്യാണിയും സുജാതയും തമ്മിൽ എന്തോ രഹസ്യം. എന്ത് രഹസ്യം? വല്ല അടുക്കള കാര്യമായിരിക്കും. അല്ല ആന്റി, കല്യാണിയോട് സുജാത അല്പം ദേഷ്യപ്പെട്ടാ സംസാരിച്ചത്. കല്യാണിയുടെ മുഖത്ത് വല്ലാത്തൊരു പേടി ഞാൻ കണ്ടു. അവര് തമ്മിലുള്ള സംസാരവും രീതിയൊക്കെ അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. സുജാത കല്യാണിയോട് ശരിക്കും ദേഷ്യപ്പെടുമായിരുന്നു. സുജാത കല്യാണിയോട് ദേഷ്യത്തിൽ സംസാരിക്കണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. സുജാതയുടെ മുമ്പിൽ കല്യാണി പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു. അതുമല്ല ആന്റി, നമ്മൾ ഈ സീമന്ത രേഖയിൽ കുങ്കുമം ചാർത്തുന്നത് കല്യാണം കഴിച്ചവരല്ലേ? എന്താ സംശയം? കല്യാണം കഴിച്ചതിന്റെ തെളിവാണടി സീമന്ത രേഖയിലെ സിന്ദൂരം. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ തെളിവ് കല്യാണിക്കുണ്ട്. ആ, കല്യാണി സീമന്ത രേഖയിൽ സിന്ദൂരം ചാർത്തിയിട്ടുണ്ട്. കല്യാണി കുങ്കുമം ചാർത്തിയിട്ടുണ്ടോ? എങ്കിലെന്തോ കുഴപ്പമുണ്ട്, അത് തീർച്ച. അതെ ആന്റി, അന്ന് ആ സമൂഹ വിവാഹത്തിൽ വെച്ച് കല്യാണിയും നീരജും തമ്മിലുള്ള കല്യാണം നടന്നോ എന്നാണ് എന്റെ സംശയം. നീ പറഞ്ഞതൊക്കെ സത്യാണോ? ആദ്യം അത് പറ. സത്യം ആന്റി, ഞാൻ കണ്ടതും കേട്ടതാ പറഞ്ഞേ. ഏതായാലും നീരജും കല്യാണിയും തമ്മിലുള്ള കല്യാണം നടന്നിട്ടില്ല. അപ്പൊ പിന്നെ സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തുന്നത് എന്തിന്? എന്തോ സംഭവിച്ചിട്ടുണ്ട്. ശരി ആന്റി, അവര് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ അവിടെ ചെന്നു.
എന്നെ കണ്ടപ്പോ അവര് സംസാരം അങ്ങ് നിർത്തി. ഞാൻ കല്യാണി കരഞ്ഞതിന്റെ കാര്യം എന്താന്ന് തിരക്കിയപ്പോ രണ്ടുപേരും കൂടി ഉരുണ്ടു കളിക്കുവാ. എന്നാ ഇനി സംശയിക്കണ്ട, ഉറപ്പായി എന്തോ കുഴപ്പമുണ്ട്. അത് കണ്ടെത്തിയേ പറ്റൂ. ആദ്യം അവളുടെ സീമന്തരേഖ ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് വേണം രേഖാമൂലം അവളെ പിടിക്കാൻ. ഇതങ്ങനെ വിടാൻ പാടില്ല. നീ വാ. എന്റെ വിളപ്പുറത്തമ്മേ, സുജാതേച്ചി ചതിക്കോ? അച്ഛനോടോ അഖില മേഡത്തിനോടോ ഇത് പറഞ്ഞു കൊടുക്കോ? അച്ഛൻ അറിഞ്ഞാ പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. എന്റെ ദേവി കാത്തോളനെ, ഒരു കുഴപ്പവും വരുത്തല്ലേ. എന്താ ദേ ആന്റി, എനിക്ക് അസൂയം കുശുമ്പൊക്കെ കുറച്ച് കൂടുതലാ. അതൊക്കെ വിലാസിന് ആന്റിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതോ എന്ന് വെച്ച് നുണ പറഞ്ഞ് പട പിടിപ്പിക്കുന്നത് എന്റെ ശീലമല്ല. അത് ശരി. അപ്പൊ നീ അസൂയക്കാരിയായത് ഞാൻ കാരണമാണല്ലേ? ആയിക്കോട്ടെ, ആ ക്രെഡിറ്റ് എനിക്ക് തന്നെ ഇരിക്കട്ടെ. അതങ്ങനെ തന്നെ നിക്കട്ടെ. ഇപ്പൊ നീ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഇന്ന് തീരും കല്യാണിയുടെ തൃച്ചംബരത്തെ വിളയാട്ടം. ഈ മൊബൈലിൽ ഞാൻ ആ ഫോട്ടോ എടുക്കും. അതോടെ തീരും തൃച്ചംബരവാസം. അയ്യോ കല്യാണി, ഈശ്വര, എന്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നത് കണ്ട പിന്നെ അതിനെ ചൊല്ലിയായിരിക്കും ഓരോ ചോദ്യങ്ങള്. കല്യാണി, നീ എന്താ? ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? എന്താ മാഡത്തിന് വേണ്ടത്? ഇവളോട് ചോദിക്കേ, ഇവക്കാ വേണ്ടത്. കുറച്ച് എണ്ണ പലഹാരം ഉണ്ടാക്കി കൊടുക്ക്. കൊളസ്ട്രോൾ വന്ന് ചാവട്ടെ. ആന്റി, എനിക്കൊന്നും വേണ്ട, പോ. ദാസേട്ടാ, ദാസേട്ടാ, ദാസേട്ടൻ ഇവിടെ ഇല്ലേ? എന്താ സുജാതേച്ചി? ദാസേട്ടൻ ഇവിടെ ഇല്ലേ അനിയൻകുട്ടാ? പുറത്ത് കടയിലേക്ക് പോയതാ, ഇപ്പൊ വരും. ആ വരട്ടെ, എനിക്ക് ദാസേട്ടനെ ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. ഓ ചേച്ചി ഇരിക്ക്, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അനിയൻകുട്ടൻ പോയി പഠിച്ചോ. കല്യാണിയുടെ കാര്യം അഖില മാഡത്തിനോട് പറഞ്ഞാൽ വലിയ പ്രശ്നമാകും. അഖില മാഡം എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിക്കാൻ കൂടി വയ്യ. ഇത്രയും വലിയൊരു കാര്യം അറിഞ്ഞിട്ട്
ഞാനിത് മാഡത്തിനോട് പറയാതിരുന്ന അത് ഈ കുടുംബത്തിനോട് കാണിക്കുന്ന നന്ദികേടായിരിക്കും. ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുന്നത്. അറിഞ്ഞിട്ട് മറച്ചു വെക്കുന്നത് വലിയ നന്ദികേടായിരിക്കും. ഇപ്പൊ എന്താ ചെയ്യുക? ദാസേട്ടനോട് പറയുന്നത് തന്നെയാ ബുദ്ധി. ദാസേട്ടൻ പരിഹരിക്കട്ടെ, അതേ മാർഗമുള്ളൂ. സുജാതയ, അത് ഞാൻ ദാസേട്ടനെ ഒന്ന് കാണണമെന്ന് കരുതി വന്നതാ. എന്താ സുജാതെ, മാഡം എന്നെ തിരക്കുന്നുണ്ടോ? വിളിച്ചോണ്ടുവരാൻ പറഞ്ഞോ? ഏയ്, അതിനൊന്നുമല്ല ദാസേട്ടാ. എനിക്ക് ദാസേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയ് സുജാതെ, എന്നോട് എന്തിനാ മുഖവര? അത് ദാസേട്ടനോട് എങ്ങനെ പറയുമെന്ന വിഷമത്തിലാ ഞാൻ. ഒന്നും സാരമില്ല, എന്നോട് പറയാനുള്ളത് പറഞ്ഞാലേ പറ്റൂ. സുജാത പറയ്. അത് കല്യാണിയുടെ ഒരു കാര്യമാ. കല്യാണിയുടെ കാര്യമോ? ദാസേട്ടാ, ദാസേട്ടനെ കണ്ട കാലം മുതൽ ഒരച്ഛന്റെ സ്ഥാനമാ ഞാൻ ദാസേട്ടന് നൽകിയിരിക്കുന്നത്. അത്രയ്ക്ക് സ്നേഹവും ബഹുമാനവുമാ എനിക്ക് നിങ്ങളോട്. അതുപോലെ തന്നെയാ കല്യാണി. കല്യാണി എനിക്കെന്റെ കൊച്ചനുജത്തിയാ. അപ്പോ ഇതുപോലൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വലിയ തെറ്റുകാരിയാകും. സുജാത പറഞ്ഞു വെച്ച് നോക്കുമ്പോ കല്യാണി എന്തോ കുറ്റം ചെയ്ത മട്ടുണ്ടല്ലോ. അതെ ദാസേട്ടാ, കല്യാണി ചെയ്ത ഒരു കാര്യം അവൾ മറച്ചു വെച്ച് നടക്കുകയാണ്. മറച്ചു വെച്ച് നടക്കുന്നു? എന്താ അത്? സത്യം പറ സുജാതെ, അവൾ ചെയ്തത് തെറ്റെന്താന്ന് എനിക്കറിയണം. എനിക്കിപ്പ അറിയണം. പറ സുജാതെ. കല്യാണക്കാര് ആദ്യമേ തന്നെ പറഞ്ഞ ദാസേട്ടൻ അവളെ കൊല്ലും. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അതുകൊണ്ട് സാരിയുടെ വിഷയം ആദ്യം പറയാം. എന്താ പറയാനുള്ളത്? എന്താ പറയാതെ മടിച്ചു നിൽക്കുന്നെന്ന്? കല്യാണി എന്റെ മകളാ. അവളെ കുറിച്ചുള്ള കാര്യം എനിക്ക് അറിഞ്ഞേ പറ്റൂ. പറയേ. അത് ദാസേട്ടാ, കല്യാണിക്ക് സാരി എടുത്തു കൊടുത്ത കാര്യം അന്ന് ഞാൻ നുണ പറഞ്ഞതാ. എന്നോട് ക്ഷമിക്കണം. സാരി എടുത്തു കൊടുത്തത് ഞാനല്ല. അയ്യോ, ഞാൻ അന്ന് സുജാതയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോ നിന്റെ മട്ടും ഭാവവും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇനിയെങ്കിലും സത്യം പറയാലോ, ആരാ കല്യാണിക്ക് സാരി എടുത്തു കൊടുത്തേ? ദാസേട്ടാ, ഈ പ്രശ്നം സമാധാനത്തോടെ കൈകാര്യം ചെയ്യണം. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. എനിക്ക് സത്യം അറിഞ്ഞാ മതി, അത് പറ. കല്യാണിക്ക് സാരി വാങ്ങിക്കൊടുത്തത് ആനന്ദ് സാറാണ്. അയ്യോ, അച്ഛന് വലിയ ഓർമ്മയ്ക്ക് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെല്ലാം കത്തിച്ച് ചാമ്പലാക്കാം. പക്ഷേ ആ രൂപ ഈ മനസ്സിൽ പതിഞ്ഞു പോയതാ. അത് അച്ഛനെ കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ മനസ്സ് നിറയെ വലിയ കുഞ്ഞിനോടല്ല ഇഷ്ടം അച്ഛ. നിങ്ങൾക്ക് അഭയം തന്ന കുടുംബം, നിങ്ങളെ സ്നേഹിക്കുന്ന കുടുംബം, ആ വലിയ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് ഒരാളെ ബലി കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അന്നേ ആ വിഷം കൊടുത്ത് അവളെ കൊല്ലേണ്ടതായിരുന്നു. അത് ചെയ്യാതിരുന്ന എന്റെ തെറ്റ്.
ദാസേട്ടാ അരുത് ദാസേട്ടാ. മാറി നിൽക്ക്. അവളെ ഞാൻ ഇനി വെച്ചേക്കില്ല. അവള് ജീവിച്ചിരുന്ന ഞാൻ തൃച്ചംബരത്ത് അഖില മാഡത്തിന് മുമ്പിൽ തലകുനിക്കേണ്ടി വരും. മാത്രമല്ല മാഡത്തിന്റെ ഹൃദയം വേദനിക്കുന്നത് ഞാൻ കാണേണ്ടി വരും. ആ കുടുംബത്തെ തകർക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ കൂട്ടുവെക്കില്ല. അതുകൊണ്ട് അവളിനും ജീവിച്ചിരിക്കാൻ പാടില്ല. അവളെ ഇന്ന് ഞാൻ കൊല്ലും. ദാസേട്ടാ വേണ്ട മാറിക്കടാ. അവളെന്തേ വിളിക്കവളെ. വേണ്ട കല്യാണി വേണ്ട ദാസേട്ടാ വേണ്ട. വേണ്ട ദാസേട്ടാ മാറിക്കടാ. അവളെന്തേ വിളിക്കവളെ. വേണ്ട കല്യാണി ദാസേട്ടാ ദാസേട്ടാ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. മാറിക്ക്. എന്നെ തടയണ്ട. ഇന്ന് അവളെ കൊല്ലാതെ ഞാൻ അടങ്ങില്ല. ദാസേട്ടാ വലിയ കുഞ്ഞ് സാരി എടുത്തു കൊടുത്തത് കല്യാണിക്ക് മാത്രമല്ല, എനിക്കും കിച്ചണിലുള്ള എല്ലാവർക്കും, കൂടാതെ പുറത്തെ ചില സ്റ്റാഫുകൾക്കും സ്റ്റെല്ലയ്ക്കും. സത്യാണോ നീ പറയുന്നേ? ഞാൻ പറയുന്നത് സത്യവാ. കാര്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ ദാസേട്ടൻ ഇങ്ങനെ കോപിച്ചാലോ? ആനന്ദ് സാർ സാരി വാങ്ങി തന്നെന്ന് പറഞ്ഞ അച്ഛൻ കോപിക്കുമെന്ന് കരുതിയാ അവൾ നുണ പറഞ്ഞത്. അതിന്റെ സത്യം എന്താണെന്ന് അറിയിക്കാനാ ഞാൻ ദാസേട്ടന്റെ അടുത്ത് വന്നത്. ദാസേട്ടൻ ഇങ്ങനെ കോപിക്കുമെന്ന് ഞാൻ കരുതിയില്ല. സമാധാനപ്പെടു ദാസേട്ടാ, എനിക്കും പറ്റി മണ്ടത്തരം. ദാസേട്ടൻ ഇത് ഇത്രയും വലിയ കാര്യമാക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് ദാസേട്ടനോട് പറയില്ലായിരുന്നു. സുജാത ചേച്ചി അച്ഛനോട് പറയുന്നതും തിരുത്തി പറയുന്നതും ഒക്കെ ഞാൻ കേട്ടു. എനിക്കൊരു സങ്കടം പറയാനുണ്ട് സുജാത ചേച്ചി. സങ്കടം? നീ കാര്യം പറയടാ. സുജാത ചേച്ചി എനിക്ക് എൻ്റെ ഒരു മൂത്ത ചേച്ചിയെ പോലെയാ. അതിന് സംശയം എന്ത്? നീ കാര്യം പറ. വലിയ കുഞ്ഞിനെയും എൻ്റെ ചേച്ചി തമ്മിൽ ഒരുമിപ്പിച്ചത് ദൈവമാ. അവരുടെ കല്യാണത്തിന്റെ കാര്യം സുജാത ചേച്ചി അച്ഛനോടൊന്നല്ല മറ്റാരോടും പറയരുത്. അനിയൻകുട്ട, നീ ഇത് അറിഞ്ഞിട്ടാണോ? സുജാത ചേച്ചി, എനിക്ക് അമ്മയില്ല. എൻ്റെ അമ്മയല്ല എൻ്റെ ചേച്ചിയാ. എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് സുജാത ചേച്ചി കാര്യം ആരോടും പറയരുത്. നീ കരയാതെ വീട്ടിലേക്ക് പൊക്കോ. ചെല്ല്. ദൈവമേ, ഈ പ്രശ്നം എന്താകും? സാരിയുടെ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ, അപ്പൊ കല്യാണം കഴിഞ്ഞ കാര്യം അറിഞ്ഞാലോ? എന്താ ചെയ്യുക? ഈ പ്രശ്നം ഇതെവിടെ ചെന്ന് അവസാനിക്കും?